അയാളെ കാണുന്നില്ലല്ലോ. അയാൾ അകത്തുണ്ടെന്നേ. ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അയാളെ കുപ്പായം പൊക്കി നോക്കുന്നു. മുറിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായി കൊടുക്കാൻ. നോ താങ്ക്സ്. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക്സ്, അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ തോക്കുണ്ടെങ്കിലോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും, ഞാനാണ് കുപ്പായം പൊക്കുന്നെങ്കിൽ നീ മുറിവ് നോക്കണം. ഓക്കെ, അയാൾ വരുന്നുണ്ട്. കമാൺ, ഗെറ്റ് റെഡി. മുഹമ്മദ് ഇട്ടോളൂ. കമാൺ കമാൺ. Come on. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി? അയ്യോ, മലയാളിയാണോ? ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ. നീ മേലാൽ ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീ നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈലി നടക്ക്. മര്യാദക്ക് മലയാളം പറയരുത്. May I help you? May I help you? What?
Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no, please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed, and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. Okay. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയല്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സയ്ക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യ്. കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യ്. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. Yes. ഓക്കേ, വിഷ് ഓൾ സക്സസ്. ഓക്കേ, താങ്ക് യു സർ. What the hell's going on here, idiot? What did you do with the machine? You stupid idiot! I'll kill you! Excuse me. Yes. Could you please tell me, is there any more hospital in this area? Yeah. There's a hospital down on that corner. Where? The next street, Belair Hospital. Belair. Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names? What? Oh, I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian. Keralite. What? Oh, ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? ആ, Excuse me, sister. Yes. Ask him what his problem is. I don't understand what he's saying. എന്താ പ്രോബ്ലം? ഞാൻ പറയാം മോനെ. ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാൾ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ഈ ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613-ല്. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് CID രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. Hands up! You bloody-
അയ്യോ. വെക്കടാ വെടി വെടി വെക്കടാ വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് പിന്നെ ഇവിടുത്തെ വെളുപ്പന്മാര് കർമ്മന്മാര് കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയക്കാൾ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെടുത്ത് എത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ? വിശക്കുന്നില്ലേ? ദാ റൊട്ടി. എനിക്ക് വേണ്ട ഉണക്കറൊട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ ചോറും കറിയും? എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയായി പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. ദാ, എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്കാൻ? സ്മഗ്ലിംഗ് പോലും. ഞാനേ CID യാ, ഇന്ത്യൻ CID. CID യോ? ശരി, വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു CID യാ ഞാൻ. Yes. We don't want to trouble you. Mm-hmm. The Indian CIDs are nuts for us. Where is the crown? ഏത് ഇന്ത്യൻ CID, ഏത് ക്രൗൺ? What Indian CIDs, which crown? The CID is staying here, is paying guests. CIDs? Paying guests? Where the hell is the crown? മണ്ണാങ്കട്ട അവന്റെ ഒരു ക്രൗൺ. You get lost, stupid. അയ്യോ. Where's the crown? I don't know. Where's the crown? No, I don't know. Where's the crown? No, I don't know. I don't know. We are the most wanted criminal in America. Tell the bloody CIDs we're not going to leave them. Come on. വേദന കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു. ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാലെന്താ? എന്റെ ഡ്യൂട്ടി പകലാ. നിങ്ങൾ രാത്രിയിലും നിൽക്കും സിസ്റ്ററെ. വെറുതെ വേണ്ട, സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരമായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്ത് എഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്കിപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടായി. ദാ, അമ്പലത്തിലെ പ്രസാദ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയില്? ഉണ്ടല്ലോ. അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ 1-2 അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടായി. എനിക്ക് വന്ന നഷ്ടത്തിനെ ഞാൻ കേസ് കൊടുക്കും. ഞങ്ങൾ മോഷ്ടിക്കാനുമല്ല വന്നത്. അയ്യോ, ഒരക്ഷരം വേണ്ടി പോയി.
I say you get lost! ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാടേ? എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി ഇംഗ്ലീഷുകാർ വരെ തള്ളക്കി വിളിച്ചു തുടങ്ങി. ഗോപി സുരേന്ദ്ര, നീ വിഷമിക്കാരിയടേ. നിനക്ക് വിഷമമില്ലേ? എടേ, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വട്ട് പിടിച്ചാലേ. അതോ ഇനി നമുക്കാണോ വട്ട്? ഈ തള്ള ഞാൻ ഒരുത്തനെ കാണുന്നില്ലല്ലോ. ഇന്ന് കട മുടക്കമാണോ? ഒരുത്തം മാത്രം ഒരല്പം ജീവനോടുകൂടെ ഉണ്ട്. ഇതെന്ത് പറ്റി ചാർജേട്ടാ? നിൽക്കവിടെ. കൊല്ലും കണ്ടില്ല ഞാൻ. നീയൊക്കെ CID ആണെങ്കിൽ ഞാൻ ഒരു കേടിയാണെന്ന് കൂട്ടിക്കോ. CID യോ? ജോർജേട്ടന് വട്ട് പിടിച്ചോ? അതേടാ, ഞാനും CID ആണെന്ന് അവന്മാര് പറഞ്ഞത്. എന്റെ ഈ കൈ തല്ലി ഓടിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. വിടില്ല ഞാൻ. നിനക്കൊക്കെ ചോറ് തന്ന ഈ കയ്യ് നീയൊക്കെ തന്നെ തല്ലി ഓടിച്ചു. മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങണ വെളിയിൽ. ഈ ജാതകത്തിലൊക്കെ സത്യം ഉണ്ടെന്ന് ഇപ്പൊ ശരിക്ക് ബോധ്യായി. അമ്മയുടെ കത്തിലുണ്ടായിരുന്നു ശനി തലയ്ക്ക് മീതെ നിൽക്കുകയാണ്, വളരെ സൂക്ഷിക്കണം. അത് നിന്റെ കാര്യം. എന്റെ ജാതക പ്രകാരം എനിക്കിപ്പോ വളരെ നല്ല സമയമാണ്. എന്തോന്ന് നല്ല സമയം? ആദ്യം കുടികിടപ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ശക്തമായ ദേഹോദ്രവം, ഇപ്പൊ ഇതാ അന്നവും തുലഞ്ഞു. എരപ്പാളി ജാതകക്കാരന്റെ കൂടെ നടക്കുന്നവനും എരന്നു പോകുന്നതായിരിക്കും ഫലം. ഡേ, സത്യം പറ, നീ CID ആണ്? CID നിന്റെ ഞാൻ വല്ലം വിളിച്ച് പറയേ. പിന്നെ ഇതെന്ത് പണ്ടാരമാണെന്നാ ഞാൻ ചോദിക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലിട്ട് അടിച്ചോണ്ടിരിക്കുന്നതിനിടയില. ഏതായാലും ഞാൻ CID ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ചിലപ്പോ രാമദാസെന്നും വിജയനെന്നും പറഞ്ഞ് 2 CID കാണുമായിരിക്കും. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൂത്തി ഞാൻ കുടലെടുക്കും. എന്നിട്ടോ മനസ്സമാനത്തോട് ജയിലിൽ പോയി കിടക്കൂടെ? ഹലോ, ഗുഡ് മോർണിംഗ്. കൽപ്പിത കഥയിലെ വിജയ, എടാ ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോവാല്ലേ? എടാ പോകാമോന്ന്. നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഒന്ന് പോയേ. എടാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ. പ്ലീസ്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയുകയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഹലോ. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാട് എവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാൻ എന്നോട് പറഞ്ഞില്ലേ? അയാളെ പിന്നെ കണ്ടൂടെ? സിസ്റ്റർ നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാ വരേണ്ടത്? നീ ഇങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? പോടാ. ഇവന്റെ മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള്, ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം. അവന്റെ മൂത്ത മകള് SLC തോറ്റു നിൽക്കുക. ഓഹോ. അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ? ഒന്നുമില്ല. ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? ആ, നല്ല ഓർമ്മശക്തിയാണല്ലോ. എനിക്ക് മറ്റെന്താണ് കുട്ടി ഓർക്കാനുള്ളത്? Paul Barber? യെസ്. Back injury? ഹിയർ. Manon? Indian? യെസ്. Are you crazy? മാഡം, it is something very important, madam. Paul Barber. I don't know any barbers. Why don't you go hunt some barber shop? Get lost. അവരെന്തിനാ ചൂടായത്? എന്ത് ചെയ്യാനാ സിസ്റ്ററെ, ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി എങ്ങനെ ആയി പോയില്ലേ? മനസ്സിലായില്ല. ചിലപ്പോ വെടി, ചിലപ്പോ ഇടി. 24 മണിക്കൂറും ഡ്യൂട്ടി. സിസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മുതുകിന് താഴെ ഒരു മുറിവുമായി ആഴ്ചകൾക്ക് മുൻപ് ഒരു മലയാളി ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ കാര്യം? സിസ്റ്റർ രഹസ്യങ്ങൾ പുറത്തുവിടുന്ന ടൈപ്പ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയാണ്.
ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഞാൻ പുറത്തു വിടാൻ പോകുന്നതെന്ന് ഓർക്കണം. അയ്യോ, അത്രയും വലിയ രഹസ്യമൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. താങ്ങണം, താങ്ങേ പറ്റൂ. കാരണം സിസ്റ്ററുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു CID ആണ്, CID രാംദാസ്. അപ്പോ ഇന്ത്യയിലുള്ള CID-കൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണോ? കൂട്ടത്തോടെയോ? അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞത് പുള്ളിയും CID ആണെന്നാ. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? എന്താ, നുണയാണോ? അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും. കേക്കാം, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. വേണ്ട സിസ്റ്റർ, അവൻ സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവൻ എന്റെ ഒരു ഫ്രണ്ട് അല്ലേ? കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് എന്നെ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഉള്ളത് പറയണമല്ലോ, അവനും അവിടെ ചെറിയൊരു ജോലിക്കാരനാണ്. ഞാൻ അമേരിക്കയിൽ വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ അവൻ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചിലരുടെ സഹായത്തിനൊക്കെ ആയിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് ശരി. പക്ഷേ അവൻ ഇവിടെ കിടപ്പിലായതോടുകൂടി എന്റെ കഞ്ഞുകൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്ത് പറ്റി? ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായി. കുറ്റം പറയരുതല്ലോ. ചോറാകട്ടെ, കറിയാകട്ടെ, അല്ലെങ്കിൽ കഞ്ഞിയാകട്ടെ, പയറാകട്ടെ, അവൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല, അതാ ഇപ്പൊ കുടുങ്ങിയത്. ഭക്ഷണം ഉണ്ടാക്കാനും സഹായത്തിനൊക്കെ ആയിരുന്നെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരാറുന്നല്ലേ? ആരുടെ ഭാര്യ? വല്ലവരുടെയും ഭാര്യമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഭാര്യയോ? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ഐ ആം എ ബാച്ചിലർ. ചുമ്മാ. അയ്യോ, സത്യമായിട്ട് ഞാൻ ബാച്ചിലറാണ്. അപ്പോ SSLC-ക്ക് പഠിക്കുന്ന ഒരു മകളില്ലേ നിങ്ങൾക്ക്? സിസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാ. എന്താ മകളുടെ പേര്? മകളുടെ പേര് വിശാലാക്ഷി, ഭാര്യയുടെ പേര് കമലാക്ഷി. മണ്ടാം കേട്ട ആ മൂഷികൻ സിസ്റ്ററിനോട് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു? ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. സത്യമായിട്ടും സിസ്റ്ററെ ഞാൻ കെട്ടിയിട്ടില്ല. 1960-ലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കൂട്ടിക്കൊള്ളൂ. ഐ ആം BCom ഫസ്റ്റ് ക്ലാസ്, യു നോ, ആൻഡ് ഹി ഈസ് ഓൺലി പ്രീ ഡിഗ്രി. പിന്നെ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? അത് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ എവിടാ താമസിക്കുന്നത്? എന്റെ പേര് സേതുലക്ഷ്മി എന്നാ. ഈ സേതുലക്ഷ്മി എന്ന് പേരുള്ളവര് അവരുടെ താമസ സ്ഥലം പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, സിസ്റ്റർ സിസ്റ്റർ എന്നുള്ള ഈ വിളി കുറയ്ക്കാന്ന് പറയായിരുന്നു. ഓ, അങ്ങനെ. അപ്പോ സേതുലക്ഷ്മി കുട്ടി അല്ലേ?